തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യമായി രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമായി. ഹല്ലേലൂയ. പ്രിയമുള്ള മക്കളെ, ഹല്ലേലൂയ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന് സ്തുതി എന്നാണ്. സ്നേഹമുള്ളവരെ, അല്പസമയം ദൈവവചനത്തെക്കുറിച്ചും ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു നമ്മോട് കാണിച്ച കാരുണ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്ക് നമ്മൾ എല്ലാവരും രക്ഷ പ്രാപിക്കാനായിട്ട് പിതാവായ ദൈവം തന്റെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് നമുക്ക് രക്ഷ പ്രാപിക്കാനായി മനുഷ്യരുടെ ഇടയിൽ വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ യേശു ക്രിസ്തുവിനെ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ വിശുദ്ധ ബൈബിൾ വേദഗ്രന്ഥം വായിക്കണം. വിശുദ്ധ ബൈബിൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കുവാണെങ്കിൽ അതിനുള്ളിൽ നമ്മുടെ രക്ഷ ഒളിഞ്ഞു കിടക്കുന്നത് കാണുവാൻ പറ്റും. പിതാവായ ദൈവം മനുഷ്യവംശത്തെ അത്രമാത്രമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. മനുഷ്യൻ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് അവര് ദൈവത്തിൽ നിന്ന് അകന്നുപോയി എല്ലാവിധ മ്ലേച്ഛതകളിലും മുഴുകി ജീവിച്ചു. എന്നിട്ടും പിതാവിന് മനുഷ്യ മക്കളോട് കാരുണ്യമുണ്ടായി. ആ കാരുണ്യമാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ അവിടുന്ന് ഭൂമിയിലേക്ക് അയച്ചു. അവൻ ഒരു കന്യകയിൽ നിന്ന് ഗർഭം ധരിച്ചു. അവൻ ആരും അറിയാതെ 30 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. 3 വർഷത്തെ അവന്റെ ജീവിതത്തിൽ അവൻ സമരിയായാലും യൂദയായാലും ജെറൂസലേമിലും എല്ലാം നടന്ന് രോഗികളെയും പാപികളെയും പീഡിതരെയും പിശാച് ബാധിതരെയും എല്ലാം സുഖപ്പെടുത്തി. എല്ലാവരോടും യേശു ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുമ്പോഴും പിശാച് ബാധിതനെ സുഖപ്പെടുത്തുമ്പോഴും കുരുടനെയും ഊമനെയും ബദിരനെയും എല്ലാവരെയും സുഖപ്പെടുത്തുമ്പോഴും യേശു ഒരു കാര്യം പറഞ്ഞു: മകനെ, നീ ഇതാ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും പ്രവർത്തിക്കാതിരിക്കാൻ നീ പാപം ചെയ്യരുത് എന്ന് മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ.